ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട്ടിലെ പുഞ്ചിരിമട്ടം സുരക്ഷിതമല്ലെന്ന് സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി. എന്നാൽ ചൂരൽമലയുടെ ഭൂരിഭാഗം പ്രദേശവും ഇപ്പോഴും വാസയോഗ്യമെന്ന് സമിതി അധ്യക്ഷൻ ജോൺ മത്തായി പറഞ്ഞു. 10 ദിവസത്തിനകം സർക്കാരിന് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കും. ഉരുൾപൊട്ടലിനെ തുടർന്ന് രൂപപ്പെട്ട താൽക്കാലിക ജലസംഭരണി തകർന്നത് ദുരന്തത്തിന്റെ അക്കം കൂട്ടിയെന്ന് വിദഗ്ധ സമിതി കണ്ടെത്തി. മേഖലയിൽ പെയ്ത അതിതീവ്ര മഴയാണ് മണ്ണിടിച്ചിൽ ദുരന്തത്തിലേക്ക് നയിച്ചത്. ഉരുൾപൊട്ടലുണ്ടായ പുഞ്ചിരിമട്ടം മുതൽ ചൂരൽമല വരെയുള്ള പ്രദേശത്താണ് ഭൗമശാസ്ത്ര വിദഗ്ധനായ ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം പരിശോധന നടത്തിയത്. സുരക്ഷിതവും അല്ലാത്തതുമായ സ്ഥലങ്ങൾ വേർതിരിച്ചു. പുഞ്ചിരിമട്ടത്തെ ഇപ്പോഴുള്ള വീടുകളിൽ താമസിക്കുന്നത് സുരക്ഷിതമല്ല. പുഞ്ചിരിമട്ടത്തിന്റെ ആ വീടുകൾ ഇരിക്കുന്ന ഭാഗം, പുഴയോട് ചേർന്ന ഭാഗം, അത് ആപൽക്കരമായ സ്ഥിതിയാണ്. താമസിക്കാതിരിക്കുന്നതായിരിക്കും ദീർഘകാല ചിന്തയിൽ നല്ലത്. ഇപ്പം താൽക്കാലികമായിട്ട് വലിയ കുഴപ്പമില്ലായിരിക്കും. ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചത് സീതമ്മക്കുണ്ട് പ്രദേശത്ത് ഉരുൾപൊട്ടലിനെ തുടർന്ന് മരങ്ങളും വലിയ പാറകളുമുള്ള ജലസംഭരണി ഉണ്ടാവുകയും ഇത് പിന്നീട് താഴേക്ക് പതിച്ചതുമാണ്. വെള്ളം ഇങ്ങനെ ശേഖരിച്ച് വന്ന് വളരെ പൊക്കത്തിൽ അത് വന്നു കഴിഞ്ഞ് ഇത് പിന്നെ അത് പൊട്ടുമ്പോൾ ഇതിന് ഒഴുകാനുള്ള വലിയൊരു ശക്തിയാണ് അന്നേരം അവിടെ കൊടുക്കുന്നത്. അങ്ങനെ ഈ ശക്തിയോടുകൂടി താഴോട്ട് ഒഴുകിയാണ് ഇരുവശത്തുമുള്ള മെറ്റീരിയൽ, മണ്ണും കല്ലും പോയി കൂട്ടത്തിൽ വീടുകളും അതിലുള്ള താമസിക്കുന്നവരും പോയിരിക്കുന്നത്. ഇതാണ് നമുക്കൊരു മഹാദുരന്തമായിട്ട് സംഭവിക്കാനുള്ള കാരണം. മേഖലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനി വേണമോ എന്നത് സർക്കാരിന്റെ നയപരമായ കാര്യം. എങ്ങനെയാണെന്നുള്ളത് നയപരമായിട്ടുള്ളൊരു തീരുമാനമാണ്. അത് നമുക്ക് പോളിസി ലെവലിൽ എടുക്കേണ്ടതാണ്. 2 ദിവസം അസാധാരണമായ മഴ പെയ്തതാണ് ഉരുൾപൊട്ടലിലേക്ക് എത്തിയതെന്നും വിദഗ്ധ സംഘത്തിന്റെ കണ്ടെത്തൽ. നാളത്തെ പരിശോധന കഴിഞ്ഞാൽ കണ്ടെത്തിയ വിവരങ്ങൾ ക്രോഡീകരിച്ച ശേഷമായിരിക്കും പിന്നീടുള്ള പരിശോധന. 10 ദിവസത്തിനുള്ളിൽ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. 24 വയനാട്.